ബിഗ് ബോസ് മലയാളം സീസൺ 6 പ്രൊമോ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. അതിഥിയായി എത്തിയ നമ്മുടെ സാബുമൻ ചെറിയൊരു തീപ്പൊരി എല്ലായിടത്തും ഇടുന്നുണ്ട്. അതങ്ങ് ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലൊരു സംഭവമാണ് നമുക്ക് പ്രൊമോയിലൂടെ കാണാൻ സാധിച്ചത്. ആദ്യം തന്നെ സാബു നമ്മുടെ ക്യാപ്റ്റനായ ഋഷിയോട് പറയുകയാണ്, നല്ല ക്ലീൻ ആയിരിക്കണം, നല്ല അടുക്കും ചിട്ടിയും ഉണ്ടാകണം. ആ സ്റ്റൗ വൃത്തിയില്ല, അവിടെയുള്ള ഭക്ഷണമാണ് ഞാൻ കഴിക്കേണ്ടത്. അപ്പോൾ ഋഷി അവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ അപ്സര, ശരണ്യ, നന്ദര തുടങ്ങിയവരൊക്കെ ഇരിക്കുന്നു. അതിന്റെ തൊട്ട് തന്നെ നമ്മുടെ സാബുമോൻ ഇരിക്കുന്നത്. അപ്പൊ ഋഷി സാബുമോനോട് പറയുകയാണ്, ഇവരെ പിരിച്ചുവിടുക എന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാബു പറഞ്ഞു, അത് എന്നെ ബാധിക്കുന്ന സംഭവമേ അല്ല, വിഷയമേ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അപ്സര അവിടെ നിന്ന് ഒരു തരത്തിലൊരു ആക്കി ചിരിക്കുന്ന തരത്തിൽ ആ ഒരു ചിരിയിലൊരു പ്രത്യേകത എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെ ഇരുന്ന് അവളോട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഋഷി അപ്സരയോട് പറയുകയാണ്, നീയൊക്കെ ചിരിച്ചുകൊണ്ട് എന്റെ തലയിൽ ചവിട്ടുകയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ സാബു അവിടെ നിന്ന് അപ്സര എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്സര എന്നിട്ട് അവിടെ നിന്നും ഋഷിയോട് കയർക്കുകയാണ്, മിണ്ടാതിരിക്കുന്നു വെച്ചിട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഋഷി അപ്സരയോട് പറയുകയാണ്, നീ എന്തോ ചെയ്യുമിടി എന്ന് പറഞ്ഞുകൊണ്ട് അപ്സരയ്ക്ക് നേരെ പാഞ്ഞു ചെല്ലുകയാണ്. അതാണ് നമുക്ക് ഈ ഒരു പ്രൊമോയിലൂടെ കാണാൻ സാധിച്ചത്. എന്തായാലും ആദ്യം തന്നെ വന്ന ദിവസം തന്നെ നമ്മുടെ പ്രാങ്ക് ടാസ്ക്, നോറക്കിട്ടൊരു പ്രാങ്ക് ടാസ്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. രണ്ടാമത് ഇപ്പൊ വീണ്ടും ഒരു അടിയാവുന്നു. അതിന്റെ നേതൃത്വം തന്നെ നമ്മുടെ സാബു മോനാണ് കൊടുക്കുന്നത്. എന്തായാലും അദ്ദേഹം മനസ്സിൽ കണ്ടത് യാഥാർത്ഥ്യമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും, ഇവർ തമ്മിൽ അങ്ങ് ഏറ്റുമുട്ടട്ടെ എന്ന് വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഇത്തരത്തിൽ പറഞ്ഞതുമാവാം. എന്താണ് ഇതിനിടയാക്കിയ സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും സ്റ്റൗ ഒക്കെ ഒരു അടുക്കും ചിട്ടിയും ഇല്ല, ഇവിടെ ക്ലീൻ ആയിരിക്കണം, വൃത്തിയായിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റനോടൊക്കെ പറയുന്നുണ്ട്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇനി ലൈവിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. സാബുമോന്റെ അതിഥിയായി വന്നിരിക്കുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് എന്താണ് വിലയിരുത്താനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ്